സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് വീഡിയോ തുടങ്ങാം. പോലീസ് വാഹനങ്ങൾക്കെതിരെ മഞ്ഞുപാളികൾ എറിയുന്ന പ്രക്ഷോഭകാരികളുടെ ദൃശ്യമാണ്. ഇത് ഇറാനിൽ നിന്നുള്ള ദൃശ്യമല്ല, ട്രംപിന്റെ സ്വന്തം അമേരിക്കയിലെ മിനസോട്ടയിൽ നിന്നുള്ളതാണ്. അമേരിക്കയിൽ ഇത് പതിവില്ലാത്ത കാഴ്ചയുമാണ്. ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സേനാംഗങ്ങൾ വാഹനങ്ങൾ അവിടെ നിന്ന് പിന്നീട് മാറ്റുന്ന ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാം. ഇറാനിലെ ആഭ്യന്തര പ്രശ്നം കത്തിക്കാൻ കാത്തിരിക്കുന്ന ട്രംപിന്റെ നാട്ടിൽ ഇപ്പോൾ ഇതാണ് സ്ഥിതി. റെനി നിക്കോൾ ഗുഡ് എന്ന അമേരിക്കൻ പൗരയായ 37-കാരിയെ കുടിയേറ്റ വിരുദ്ധ സേനയായ ICയുടെ ഏജന്റ് വെടിവെച്ച് കൊന്നതാണ് വലിയ ജനരോഷത്തിന് കാരണമായിരിക്കുന്നത്. എന്നാൽ IC ഏജന്റിനെ ട്രംപ് ആവർത്തിച്ച് ന്യായീകരിക്കുകയാണ്. റെനി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വെടിവെച്ചത് എന്നാണ് ട്രംപിന്റെ ന്യായം. മദുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം മറ്റുള്ള രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തിയും മറ്റും ഗമ കാണിച്ചു നിൽക്കുന്ന ട്രംപിന് ആകെ വിനയായി മാറിയിരിക്കുകയാണ് ഈ പ്രക്ഷോഭം. ഈ അവസരം മുതലെടുത്ത് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റുള്ള രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കുന്ന ട്രംപ് സ്വന്തം രാജ്യങ്ങളിലെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇറാന്റെ ട്രോള്. ട്രംപിനെതിരെ അതിരൂക്ഷ ഭാഷയിൽ ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി പ്രതികരിച്ചു. ഈ വർഷം അവസാനം അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ പ്രതിഷേധങ്ങൾ ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. ലോക പോലീസ് ചമയുന്ന ട്രംപിന്റെ അമേരിക്കയിൽ ഉടലെടുക്കുന്ന പുതിയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഈ വീഡിയോ. അമേരിക്കയിലെ പുതിയ സംഭവവികാസങ്ങളിൽ ഇറാന്റെ പ്രതികരണം തന്നെ ഏറെ ശ്രദ്ധേയമാണ്. അത് ആദ്യം നോക്കാം. ഇറാനിൽ വിലക്കയറ്റത്തിനെതിരെയും സാമ്പത്തിക അസ്ഥിരതയ്ക്കെതിരെയും നടക്കുന്ന പ്രക്ഷോഭത്തെ ആളിക്കത്തിക്കാൻ ട്രംപ് ആളും അർത്ഥവും നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ അമേരിക്കയിൽ നടക്കുന്ന സംഭവങ്ങളിൽ ഇറാന്റെ പ്രതികരണം ട്രംപിന് കുറുക്കിക്കൊള്ളുന്ന മറുപടിയുമായാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളെ മനുഷ്യാവകാശം പഠിപ്പിക്കുന്ന അമേരിക്ക സ്വന്തം നാട്ടിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ കാണുന്നില്ല എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര വിഷയങ്ങളിലും പ്രതിഷേധങ്ങളിലും ജനാധിപത്യത്തിൻ്റെയും മനുഷ്യാവകാശങ്ങളുടെയും പേരിൽ ഇടപെടുന്ന ട്രംപ് ഭരണകൂടം സ്വന്തം നാട്ടിലെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണ് എന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ സുരക്ഷാ സേന സ്വന്തം പൗരന്മാർക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. IC ഏജന്റുമാർക്കെതിരെയും വർണ്ണവിവേചനത്തിനെതിരെയും പോരാടുന്ന അമേരിക്കൻ ജനതയോട് ഇറാൻ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഇത് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ക്രൂരതയുടെ ആമുഖമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. തങ്ങളുടെ രാജ്യത്ത് കയറി കളിക്കാൻ നോക്കുന്ന ട്രംപിന് അതേ തലത്തിൽ തന്നെ ആണ് ഇറാൻ മറുപടി നൽകിയിരിക്കുന്നത്. അതിനെ കൃത്യമായി ആയുധമാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ട്രംപ് ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പിനെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുകയും ചെയ്യുന്നു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ മിനസോട്ടയിലെ ഈ വെടിവെപ്പിനെയും അമേരിക്കയിലുടനീളം നടക്കുന്ന പ്രക്ഷോഭങ്ങളെയും വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ജനാധിപത്യത്തിന്റെ തകർച്ച എന്ന നിലയിലാണ് ഇറാനിൽ ഇത്തരം വാർത്തകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഇനി എന്താണ് ഈ റെനി എന്ന് പറയുന്ന യുവതിക്ക് സംഭവിച്ചത് എന്ന് നോക്കാം. റെനി നിക്കോൾ ഗുഡ് കവയത്രിയാണ്. 3 മക്കളുടെ അമ്മയുമാണ്. മിനസോട്ടയിലെ മിനിയോപോളിസിൽ IC ഏജന്റുമാർ പ്രത്യേക ഓപ്പറേഷൻ നടക്കുന്നതിനിടയിലാണ് റെനി അവിടേക്ക് എത്തിയത്. സോമാലിയൻ വംശജർക്കെതിരെയായിരുന്നു ICയുടെ നടപടി. ICയെ ഐസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. അയൽക്കാരായ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയാണ് ലീഗൽ ഒബ്സർവർ, അതായത് നിയമ വിദഗ്ധ കൂടിയായ റെനി അവിടേക്ക് എത്തിയത്. അപ്പോഴാണ് ചില IC ഏജന്റുമാർ അവർക്കെതിരെ തിരിഞ്ഞത്. റെനി IC ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രാണരക്ഷാർത്ഥം ഉദ്യോഗസ്ഥർ വെടിവെച്ചത് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് ന്യായീകരിക്കുന്നത്. IC ഉദ്യോഗസ്ഥനെ വണ്ടി കയറ്റി കൊന്നു എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ആദ്യം കുറിച്ചത്. പക്ഷേ പുറത്തു വന്ന ദൃശ്യങ്ങൾ അതല്ല സത്യമെന്ന് ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാണ്. കാറ് മുന്നോട്ടെടുത്ത് റെനി പോകാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുഖത്തേക്ക് IC ഏജന്റ് 3 തവണ വെടിവെക്കുന്നത് വ്യക്തമാക്കുന്ന നിരവധി ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ പകർത്തിയ ദൃശ്യങ്ങളാണ്. ഉദ്യോഗസ്ഥന്റെ എതിർദിശയിലേക്കാണ് റെനി വാഹനമെടുക്കുന്നത്. കാർ ഉദ്യോഗസ്ഥന്റെ മേൽ തട്ടിയതായോ അയാൾക്ക് പരിക്കേറ്റതായോ പുറത്തു വന്ന വീഡിയോയിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതായത് റെനി കുടിയേറ്റക്കാരെന്ന് IC ആരോപിക്കുന്നവരെ സഹായിക്കാൻ എത്തിയതിൻ്റെ കലിയിലാണ് അവരെ വകവരുത്തിയത് എന്നത് വ്യക്തമാണ്. ട്രംപ് ഭരണകൂടമാണ് അവരെ കൊന്നത് എന്നാണ് റെനിയുടെ അമ്മ ഡോണ ഗാംഗർ പറയുന്നത്. അവർ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പരിപാലിച്ചു. അതായത് റെനി ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ പരിപാലിച്ചു. അവൾ സ്നേഹവും ക്ഷമയും വാത്സല്യവും ഉള്ളവളായിരുന്നു എന്നും ഈ റെനിയുടെ അമ്മ മാധ്യമങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വെടിവെപ്പിനെതിരെ കടുത്ത രോഷവുമായി സൊഹ്റാൻ മംദാനി രംഗത്തെത്തിയത് ട്രംപിനെയും റിപ്പബ്ലിക്കൻ പാർട്ടിയെയും വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ICക്കെതിരെ കടുത്ത നിലപാട് എന്നും സ്വീകരിക്കുന്ന വ്യക്തിയാണ് മംദാനി. ആ നിലപാട് ഉയർത്തിപ്പിടിച്ചാണ് മംദാനി ന്യൂയോർക്കിൽ ജയിച്ച് മേയറായത്.
മിനിയാപോളിസിൽ നടന്നത് ICE നടത്തിയ കൊലപാതകമാണെന്നാണ് മംദാനി ആരോപിച്ചത്. ഏറ്റവും പുതിയ ഭീകരതയാണ് ഇത് സമൂഹത്തിന് നേരെയുള്ള ആക്രമണമാണ്. ICE ഏജന്റുമാർ നമ്മുടെ അയൽക്കാരെ ആക്രമിക്കുമ്പോൾ അത് നമുക്കെല്ലാവർക്കും നേരെയുള്ള ആക്രമണമാണ് എന്ന് മനസ്സിലാക്കണമെന്നും മംദാനി പ്രതികരിച്ചു. കുടിയേറ്റക്കാരുടെ കൂടെയാണ് ന്യൂയോർക്ക് നഗരം എപ്പോഴും നിൽക്കുകയെന്നും ICE ഏജന്റുമാരെ സഹായിക്കാൻ ന്യൂയോർക്ക് സിറ്റി ഭരണകൂടമോ പോലീസോ ഉണ്ടാകില്ല എന്ന് മംദാനി ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കി. മംദാനിയുടെ പ്രതികരണം ICEക്കെതിരെ നടക്കുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് ഉപകരിച്ചിരിക്കുന്നത്. അതായത് ന്യൂയോർക്കിലും മറ്റ് പല നഗരങ്ങളിലും പ്രതിഷേധം വലിയ രീതിയിലേക്ക് ഉയർന്നു വരുന്ന ഒരു സ്ഥിതിയുണ്ട്. മിനസോട്ട സംസ്ഥാനത്തിലെ മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേയും ICEക്കെതിരെ രംഗത്ത് വന്നു. ICE അംഗങ്ങൾ മിനസോട്ടയിൽ നിന്ന് ഉടൻ പുറത്തു പോകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ICE ജനങ്ങളെ ഉപദ്രവിക്കുകയും കുടുംബങ്ങളെ തകർക്കുകയുമാണ് ചെയ്യുന്നതെന്ന് പുതിയ സംഭവത്തിലൂടെ മനസ്സിലാകുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. ട്രംപിനെതിരായ നോ കിങ് പ്രതിഷേധത്തിന് ശേഷം അമേരിക്കയിൽ അരങ്ങേറുന്ന വലിയ പ്രക്ഷോഭമായി മാറുകയാണ് ഈ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ സേനയ്ക്കെതിരായ പ്രതിഷേധം. ICE ഓഫീസുകൾക്ക് മുന്നിലാണ് പ്രധാനമായും ജനങ്ങൾ തിങ്ങിക്കൂടി സമരങ്ങൾ നടത്തുന്നത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്നത് ഇതുപോലുള്ള കാടത്തരമാണ് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കുടിയേറ്റക്കാരെ പിടിക്കാൻ എന്ന പേരിൽ സാധാരണക്കാർ സമാധാനത്തോടെ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ രാത്രി പോലും റെയ്ഡ് നടത്തുന്ന രീതിയാണ് ICEക്കുള്ളത്. വർഷങ്ങളായി അമേരിക്കയിൽ ജീവിക്കുന്ന പലരെയും ICE ഏജന്റുമാർ ഇതുപോലെ ഓടിച്ചിട്ട് പിടിച്ചുകൊണ്ടുപോയി. ജനങ്ങൾക്കിടയിൽ വലിയ ഭീതിയാണ് ICE ഏജന്റുമാർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മിനസോട്ടയിലെ വെടിവെപ്പ് കൂടിയായതോടെ ആ ഭീതി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതാണ് ജനങ്ങളിപ്പോൾ ഈ തെരുവിൽ രണ്ടും കൽപ്പിച്ച് തെരുവിൽ ഇറങ്ങാൻ കാരണമായിരിക്കുന്നത്. ICE നിരോധിക്കുക, നഗരങ്ങളിൽ നിന്ന് ICE പുറത്താക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത്. കടുത്ത തണുപ്പിനെ അവഗണിച്ച് രാത്രിയിലും വലിയ ജനക്കൂട്ടമാണ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത്. മെഴുകുതിരി കത്തിച്ച് ഈ റെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മിനിയാപോളിസിന് പുറമെ ന്യൂയോർക്ക് സിറ്റി, ചിക്കാഗോ, സാൻ ഫ്രാൻസിസ്കോ, സിയാറ്റിൻ, പോർട്ട്ലാൻഡ്, വാഷിംഗ്ടൺ DC എന്നിവിടങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മെഴുകുതിരി കത്തിച്ചുള്ള അനുശോചന ചടങ്ങുകളും നടക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള ഒരു ദേശീയ പ്രക്ഷോഭമായി ഇത് മാറിക്കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം. വൈറ്റ് ഹൗസിന് മുന്നിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. വിവിധ നഗരങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നടത്താനാണ് പ്രക്ഷോഭകരുടെയും ഡെമോക്രാറ്റുകളുടെയും തീരുമാനം. ഈ പുതിയ സംഭവ വികാസങ്ങൾ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ന്യൂയോർക്കിലെ മംദാനിയുടെ മുന്നേറ്റവും മറ്റും അല്ലെങ്കിൽ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഡെമോക്രാറ്റുകൾ ജയിച്ചു വന്നാൽ അത് ട്രംപിനെതിരായ ഇംപീച്ച്മെന്റ് നീക്കം ശക്തിപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ ഇക്കാര്യം ഒരു ആശങ്കയോടുകൂടി സൂചിപ്പിച്ചിരുന്നു. തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അമേരിക്കയിൽ ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വെനസ്വേല പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുവന്ന സംഭവത്തിലും മിനസോട്ടയിലെ വെടിവെപ്പിന്റെ പേരിലും ഡെമോക്രാറ്റുകൾ ട്രംപിനെതിരെ ഇംപീച്ച്മെന്റ് കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നാണ് സൂചന. നവംബറിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി ജനപ്രതിനിധി സഭയിൽ ഭൂരിപക്ഷം നേടിയാൽ ട്രംപിനെ വീണ്ടും ഇംപീച്ച് ചെയ്യാൻ അവർക്ക്, അതായത് ഈ ഡെമോക്രാറ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം. അമേരിക്കൻ ചരിത്രത്തിൽ 2 തവണ ഇംപീച്ച് ചെയ്യപ്പെട്ട ഏക പ്രസിഡന്റ് എന്ന ബഹുമതി ട്രംപിന് ഓൾറെഡി തന്നെ ഉണ്ട്. ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്താലും ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ സെനറ്റിൽ വിചാരണ നടക്കണം. അവിടെ ആ വിചാരണയിൽ ഈ ഇംപീച്ച്മെന്റ് പാസ്സായി വരണം. സെനറ്റിൽ 3/2 ഭൂരിപക്ഷം, അതായത് 67 സെനറ്റർമാർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ പുറത്താക്കാൻ കഴിയൂ. ഒന്നാം ട്രംപ് ഭരണകൂടത്തിൻ്റെ കാലത്തായിരുന്നു ട്രംപിനെ 2 തവണയും ഇംപീച്ച് ചെയ്തത്. 2017 യുക്രൈൻ പ്രസിഡന്റിന് മേൽ രാഷ്ട്രീയമായ സമ്മർദ്ദം ചെലുത്തി എന്ന ആരോപണത്തിലായിരുന്നു ആദ്യ ഇംപീച്ച്മെന്റ്. 2021 ജനുവരി 6 ക്യാപിറ്റോൾ ആക്രമണത്തിന് ട്രംപ് പ്രേരിപ്പിച്ചു എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയായിരുന്നു രണ്ടാമത്തെ ഇംപീച്ച്മെന്റ് നടപടി. 2 തവണയും ട്രംപിനെ രക്ഷിച്ചത് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള സെനറ്റായിരുന്നു. ഇപ്പോഴും സെനറ്റിൽ ഭൂരിപക്ഷം റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ അതിന് മാറ്റം വന്നാൽ ട്രംപിൻ്റെ സ്ഥിതി ദയനീയമാകാനാണ് സാധ്യത. മിനസോട്ടയിലെ വെടിവെപ്പ്, കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികൾ, ട്രംപിൻ്റെ സാമ്പത്തിക നയങ്ങൾ എന്നിവയോടുള്ള ജനങ്ങളുടെ പ്രതികരണം ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ട്രംപിന് വലിയ തിരിച്ചടിയാകുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിലയിരുത്തുന്നത്. എന്നാൽ സെനറ്റിൽ 3/2 ഭൂരിപക്ഷം നേടുക എന്നത് ഡെമോക്രാറ്റുകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ വളരെ പ്രയാസകരമായ വെല്ലുവിളിയാണ് എന്നൊരു വിലയിരുത്തലും മറുഭാഗത്തുണ്ട്.
ദ കുക്ക് പൊളിറ്റിക്കൽ റിപ്പോർട്ട് പോലുള്ള വിശകലന ഏജൻസികൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ സൂചന നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എന്തായാലും ട്രംപിനെതിരെ അമേരിക്കയിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അതിൻ്റെ വ്യക്തമായ സൂചനയാണ് മംദാനിക്ക് കിട്ടുന്ന പിന്തുണ എന്നാണ് വിലയിരുത്തൽ. മാത്രമല്ല, മംദാനിയെ പോലുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റുകൾക്ക് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അകത്ത് കൂടുതൽ പിന്തുണ കിട്ടുന്നതും ഇടക്കാല തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കപ്പെടും എന്നാണ് വിലയിരുത്തൽ. കമല ഹാരിസിനെ പോലുള്ളവർ ഇപ്പോൾ മംദാനി ലൈനിലാണ് എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. അതുകൊണ്ട് തന്നെ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ വലിയ നേട്ടം കൊയ്യുമെന്നാണ് ചില അഭിപ്രായ സർവേകൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേ ഏജൻസികൾ അനൗദ്യോഗികമായി പറയുന്നത്. മിനസോട്ടയിലെ വെടിവെപ്പ് അതിന് ആക്കം കൂട്ടുക തന്നെ ചെയ്യും എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ ഇംപീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.